പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം സ്നേഹിച്ചു. അവനിൽ വിശ്വാസം കണ്ടെത്തുകയും ചെയ്തു. ഇക്കാലത്ത് ഒരു സംഘം അറബ് കൊള്ളക്കാർ സയ്യിദ് എന്ന ബാലനെ അവന്റെ മാതാവിന്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തു. പിന്നീട് കൊള്ളക്കാർ ആ ബാലനെ ഉക്കാസ് എന്ന കമ്പോളത്തിൽ അടിമയായി വിറ്റു. അവനെ വാങ്ങിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായിരുന്നു. അദ്ദേഹം അവനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവനെ ഒരു സമ്മാനമായി പ്രവാചകനെ ഏൽപ്പിച്ചു. പ്രവാചകന് സയ്യിദുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം അവനെ പ്രിയപ്പെട്ട എന്നർത്ഥം വരുന്ന അൽ ഹബീബ് എന്ന് പരാമർശിച്ചിരുന്നു. സയ്യിദിനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേഷ്ടാവായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയും ചെയ്തു. അവന് ഒരു ആത്മീയ മനസ്സും പ്രവാചകന്റെ നല്ല ധാർമ്മികതയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സയ്യിദിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോ ദിവസവും തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഹജ്ജ് നിർവഹിക്കാൻ സയ്യിദിന്റെ മാതാപിതാക്കൾ മക്ക സന്ദർശിച്ചു. അവർ അവിടെ വച്ച് സയ്യിദിനെ കണ്ടു. വലിയ ആശ്വാസത്തോടെ അവർ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഈ മഹത്തായ വാർത്തയറിഞ്ഞപ്പോൾ ഒരു സഞ്ചി നിറയെ സ്വർണവുമായി വന്ന് പിതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. തന്റെ മകനെ അവന്റെ ഉടമയിൽ നിന്ന് തിരികെ വാങ്ങാൻ കഴിയുമെന്ന് ആ പിതാവ് കരുതി. സയ്യിദിന്റെ പിതാവ് പ്രവാചകനെ കണ്ടു. കുട്ടിയെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആരെ വിട്ടയക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ അടിമ സയ്യിദിനെ. പിതാവ് മറുപടി പറഞ്ഞു, നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ ഞാൻ ഒരു വഴി കാണിച്ചു തരാം, സ്വർണം കൊടുക്കാതെ. ആ പിതാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ അവനെ നിങ്ങളുടെ മുൻപിൽ വിളിക്കാം. അവൻ നിങ്ങളുടെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ മോചിപ്പിക്കാം. നിങ്ങൾക്ക് അവനെ സന്തോഷത്തോടെ കൊണ്ടുപോകാം. അതിന് നിന്നിൽ നിന്ന് ഞാൻ പണം എടുക്കും. പ്രവാചകൻ തുടർന്നു, പക്ഷേ അവൻ എന്നോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങളോട് കൂടെ പോരുവാൻ ഞാൻ അവനെ നിർബന്ധിക്കുകയില്ല. സയ്യിദിന്റെ പിതാവ് സമ്മതിച്ചു. അവർ അവനെ വിളിച്ചു. പ്രവാചകൻ കാര്യങ്ങൾ അവനോട് വിശദീകരിച്ചു. എന്നിട്ട് തീരുമാനമെടുക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങയോടൊപ്പം നിൽക്കും, അവൻ പെട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ്റെ പിതാവ് ഞെട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു അടിമയെപ്പോലെ കഴിയാനാണോ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, പിതാവേ, ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്നിൽ ആഴത്തിൽ സ്പർശിക്കുന്നു. സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തെ വിട്ടു പോകാനും മറ്റെവിടെയെങ്കിലും ജീവിക്കാനും കഴിയില്ല. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ ഹൃദയം വിങ്ങിപ്പോയി.